ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഒരു വെറൈറ്റി പ്രോൺസ് ഫ്രൈ ആണ്. അതിൻ്റെ വീഡിയോ ആണ് ഇനി ചെയ്യുന്നത്. അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പ്രോൺസിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഉപ്പും മുളകും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു 20 മിനിറ്റ് നടത്തി വെച്ചേക്കാം. നമ്മുടെ വെറൈറ്റി പ്രോൺസ് ഫ്രൈക്ക് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളാണ് എടുത്തു വച്ചിരിക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പില. ചെറിയുള്ളി നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതേപോലെ അരിഞ്ഞെടുക്കാം. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ഇനിയും ബാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ചേർത്ത് നമ്മൾ ഇടിച്ച് ചതച്ച് ചേർക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് അത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇഞ്ചി, കുരുമുളക്, വെളുത്തുള്ളി ചതച്ചെടുക്കാം. ഇഞ്ചി, കുരുമുളക്, വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുക്കുകയാണ്. നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വെറൈറ്റി പ്രോൺസ് ഫ്രൈക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്യാം. പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം. വാളംപുളി പിഴിഞ്ഞെടുത്തതാണ്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് പ്രോൺസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ച പ്രോൺസാണ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം വീണ്ടും.